ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും ചന്ദ്രനെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയോട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെക്കുറിച്ചും അനിയത്തിനെ ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് രേവതിയോട് ചന്ദ്ര പറഞ്ഞത്, നീ എന്തിനാടി നിന്റെ അനിയത്തിനെ ഇങ്ങനെ പൊക്കി പറയുന്നത്? അവളെ വെറും ബോറുകെട്ട പെണ്ണ, അവള് വെറും അങ്ങേയറ്റത്തെ പിഴച്ച പെണ്ണ. അതുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ മോനെ ആരുമില്ലാത്ത സമയം നോക്കി തക്കം നോക്കി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, അങ്ങ് അവൾ കൊണ്ടുപോയത്. അവക്കിനി വേറെ വല്ല ബിസിനസ്സും ഉണ്ടോ? അമ്മേ, ഞാൻ പറഞ്ഞേക്കാം, അനാവശ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെ വല്ലോ ഞാൻ പറഞ്ഞാല് നീ ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യമില്ലടി. നീയും നിന്റെ അനിയത്തിയും ഒക്കെ എല്ലാവരും കണക്കാം. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിവിടെ കഴിഞ്ഞുകൂടാം. ഇല്ലെങ്കിൽ ഒരിക്കലും അതും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ശബ്ദം ഉയർത്തണ്ട. നിന്റെ കെട്ടിയവൻ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയിട്ടുണ്ടല്ലോ, നീ കൂടുതൽ അങ്ങോട്ട് ആടുവൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും അവൻ സപ്പോർട്ട് ചെയ്യില്ല. ഇന്ന് സ്നേഹത്തിലാണെങ്കിൽ നാളെ അത് ഉണ്ടാകാനും പോകുന്നില്ല. നിന്നെ എടുത്ത് താഴെയിട്ട് ഉടയ്ക്കും. നിന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഈ ചന്ദ്ര തീരുമാനിക്കും. നീ എവിടെ നിൽക്കണം, എവിടെ നിൽക്കണ്ട, എവിടെ പോണമെന്നൊക്കെ ഈ ചന്ദ്ര വരയ്ക്കുന്ന വരയിൽ മാത്രമായിരിക്കും രേവതി നിനക്ക് നിൽക്കാനുള്ള ആ ഒരു ഇതുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. രേവതി വല്ലാണ്ട് അങ്ങ് തകർന്നു പോയി. രേവതി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. വേറെ ഒന്നും രേവതിക്ക് ചെയ്യാൻ പറ്റില്ല. വല്ലാണ്ട് അതായത് അനിയത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക, അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അച്ഛൻ മനഃപൂർവ്വം വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയതാണെന്നും, അച്ഛൻ ഇങ്ങനെ ചാടിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതെന്നും, ഇല്ലെങ്കിൽ നീ ഏതെങ്കിലും തെരുവിൽ തെണ്ടി നടക്കുന്നവനെ വിവാഹം കഴിക്കേണ്ടി വരുമെന്നും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിഞ്ഞില്ല. നേരെ കട്ടിലേക്ക് പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന് നമ്മുടെ രേവതി കരഞ്ഞു. ഏതായാലും ഇതേ സമയം നമ്മുടെ ദേവുവിനെയും ലക്ഷ്മിനെയും കാണിക്കുന്നുണ്ട്. ദേവുവും ലക്ഷ്മിയും അമ്പലത്തിലെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി വരുന്നത്. അപ്പൊ രേവതി വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. രേവതി ആണെങ്കിൽ കരഞ്ഞ് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ ഇവിടെ ആണെങ്കിൽ ആരോ പൂവൊക്കെ വന്ന് ചോദിക്കുന്നു, പൂവൊക്കെ കെട്ടിക്കൊടുക്കുന്നു, പൂവൊക്കെ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി വരുന്നത്. അങ്ങനെ രേവതിയെ കണ്ടത് അമ്മേ ചേച്ചിയല്ലേ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേല്ലോ മോളാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ രേവതി എവിടുന്ന്? രേവതി ഇങ്ങോട്ടേക്ക് വല്ലതും നോക്കുമോ? ദേവു ആണെങ്കിൽ ചേച്ചിന്ന് വിളിച്ചു, നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ രേവതിന്ന് വിളിച്ചു. എവിടെന്ന്? നമ്മുടെ ലക്ഷ്മിനെ നോക്കിയില്ല, ദേവുവിനെ നോക്കിയില്ല, നേരെ അമ്പലത്തിലേക്ക് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട് മോളെ, എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ മോള് വിളിച്ചിട്ട് നിൽക്കുന്നില്ല, ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെല്ലുകയാണ് രേവതിയുടെ അടുത്തേക്ക്. രേവതി നിൽക്കുക, എന്താ നിനക്ക് പ്രശ്നം, നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം നമ്മുടെ രേവതി അവിടെ നിന്നു. അപ്പോഴത്തേക്കും ദേവി ചോദിച്ചു, എന്താ ചേച്ചി പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു വരാം, എന്താ ചേച്ചി മിണ്ടാതെ പോകുന്നത്? മോളുടെ മുഖമൊക്കെ വല്ലാണ്ടങ്ങി ഇരിക്കുകയാണല്ലോ ലക്ഷ്മിയും. അപ്പം നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പം സച്ചിയായിട്ട് വഴക്കുണ്ടായോ? മോളെ അതാണോ പ്രശ്നം? അവൻ വീണ്ടും തുടങ്ങിയല്ലേ? അത് തന്നെയാ. അപ്പം ദേവ് പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിൽ വരുമ്പോൾ ചേച്ചി നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ചേച്ചിക്ക് പറ്റിയത്? എന്തോ ഉണ്ടായിട്ടുണ്ട് ചേച്ചി, പറ ചേച്ചി. അല്ല മോളെ, ചന്ദ്ര ഇനി എന്തെങ്കിലും പറഞ്ഞോ? എന്നിട്ടൊന്നും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. ഇവര് മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കുകയാണ്. എവിടെ നോക്കാമാന്നൊരക്ഷരം മിണ്ടുന്നില്ല നമ്മുടെ രേവതി. നേരെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയുടെ പുറകെ ലക്ഷ്മിയും ദേവും പോയി. അപ്പൊ അവിടെ തിരുമേനി ചോദിച്ചു, എന്താ പറ്റിയത്, രേവതിക്ക് എന്ത് പറ്റി, രേവതി എന്താ ഇങ്ങനെ പോകുന്നത്? അറിയില്ല തിരുമേനി, എന്താ പറ്റിയെന്ന് ഒന്നും അറിയില്ല, അവൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല തിരുമേനി എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മുടെ ദേവും ലക്ഷ്മിയും കൂടെ ഓടുകയാണ് നമ്മുടെ രേവതിയുടെ പുറകെ. അങ്ങനെ രേവതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുടം വെള്ളം എടുത്ത് തലയിലേക്ക് കമത്തുകയാണ് കേട്ടോ. അപ്പൊ തലയിലേക്ക് ഇങ്ങനെ ഒരു കുടം വെള്ളം എടുത്ത് ഒഴിച്ചു. എന്താ, ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിരിക്കാം, ആ ഒരു ചൂടിൽ വന്നതാണല്ലോ. ചൂടെന്ന് പറഞ്ഞാൽ രക്തം തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പറയാൻ പാടില്ലാത്ത കാര്യമാണ് ചന്ദ്ര പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുടം വെള്ളം എടുത്ത് തലയിൽ കമിഴ്ത്തി. അപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി വന്നു നമ്മുടെ ലക്ഷ്മി. എന്നിട്ട് മോളെ എന്താ നിനക്ക് പറ്റി, നിർത്തുന്നുണ്ടോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രേവതി മോളെ പറയാൻ പറഞ്ഞിട്ട് അവിടെ നിന്നില്ല നമ്മുടെ രേവതി നേരെ വീണ്ടും അമ്പലത്തിൽ ചെന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് നിശബ്ദമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നുണ്ട് കേട്ടോ, പൊട്ടി കരഞ്ഞു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് മനസ്സിലായി എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ രേവതി ഇതുവരെ ഇങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ
ഇരുന്ന കുറച്ച് എന്താ ഭസ്മം അത് തന്നെ ഭസ്മം എടുത്ത് നെറ്റിയിൽ തേച്ചു. ഭസ്മം അല്ലേ, അത് ആ സംഭവം എടുത്ത് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തേച്ചു. നെറ്റിയിൽ തേച്ചിട്ട് നേരെ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി അങ്ങ് ചെല്ലുകയാണ്. ലക്ഷ്മി ആണെങ്കിൽ കരച്ചിലോ ഇത് കണ്ടിട്ടുണ്ട് ശാന്തിയോട് പറഞ്ഞു, ഇത് എന്താ തിരുമേനി ഇങ്ങനെയൊക്കെ ഇവള് ചെയ്യുന്നത്? അതെ, അവള് എന്താണെന്ന് വെച്ചാൽ അവള് ചെയ്യട്ടെ, അവളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേവി അവളെ സഹായിച്ചോളും. പിന്നെ ഈ ക്ഷയണപ്രദക്ഷിണം സ്ത്രീകൾ നടത്തുന്ന അപൂർവ അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ, എങ്കിലും സാരമില്ല, അവൾ ഇത് നടത്തട്ടെ, അവൾക്ക് ഇതിൽ ആശ്വാസം കിട്ടുവാണെങ്കിൽ ഇതിൽ ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ക്ഷയണപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേവു ലക്ഷ്മി ഇങ്ങനെ ഉരുട്ടി വിടും. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ദേവു പറയുന്നുണ്ട്, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടമ്മേ, ഞാൻ ഏതായാലും സച്ചിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ, സച്ചിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കാം, സച്ചിയേട്ടനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോള് പെട്ടെന്ന് ചെന്നിട്ട് ഒരു കാര്യം ചെയ്യുക, ഫോൺ എടുത്തിട്ട് സച്ചിമോനെ വിളിക്കുക, എന്താ അവിടെ ഉണ്ടായതെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞു. നമ്മുടെ ദേവു ഓടിച്ചെന്ന് ഫോൺ എടുത്ത് സച്ചിനെ വിളിക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഓട്ടം പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവു ഇങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഡ്രൈവിംഗ് നിർത്തിയിട്ട് ആ ഫോൺ എടുത്തു കേട്ടോ. ഫോൺ എടുത്തിട്ട് ആ ദേവു ആണല്ലോ. എന്താ ദേവു എന്താ ഇങ്ങോട്ട് വിളിച്ചത്? അത് ഞാൻ വിളിച്ചത് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചേട്ടൻ പെട്ടെന്നൊന്ന് അമ്പലത്തിലേക്ക് വാ. അല്ല, എവിടെയെങ്കിലും പോകാനാണോ? കാർ വേണോ? അയ്യോ, എനിക്കൊരു ട്രിപ്പ് ഉണ്ടല്ലോ ദേവു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിടാം. അതിനൊന്നും അല്ല സച്ചിയേട്ടാ വിളിച്ചത്, രേവതി ചേച്ചി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഓഹോ, അതിനിപ്പോ എന്താ? അവളവിടെ വരട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവള് പൂ കെട്ടാനൊക്കെ വരുന്നതല്ലേ. ഓ, ഞാനിപ്പം വന്നിട്ട് എന്തെടുക്കാൻ? എനിക്ക് കാർ ഓടിക്കാനല്ലേ അറിയത്തുള്ളൂ, പൂ കെട്ടാൻ അറിയാമോ ദേവു എന്ന് ചോദിച്ചപ്പം, എൻ്റെ പൊന്നു സച്ചേട്ട തമാശ കളയ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞങ്ങൾ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം ചേച്ചി അമ്പലത്തിലേക്ക് ഓടി വരുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾ കുറെ തവണ ചേച്ചീനെ വിളിച്ചു, ചേച്ചിക്ക് ഒരു പ്രതികരണവും ഇല്ല. ചേച്ചി ഇപ്പൊ ഇവിടെ ക്ഷണപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക, മനസ്സിൽ എന്തൊക്കെയുണ്ട് ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സച്ചേട്ടൻ ഇവിടം വരെ വാ, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല, ഞങ്ങൾക്ക് പേടിയാവുക. അവളെന്താ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവു. അറിയില്ല സച്ചേട്ടൻ, ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി സച്ചേട്ടൻ. എങ്കിൽ പിന്നെ ദേവു നീ ഒരു കാര്യം ചെയ്യേ, ഫോൺ കട്ട് ചെയ്യേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് വേറൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ സാർ, എനിക്ക് വരാൻ പറ്റില്ല, എനിക്കൊരു എമർജൻസി കേസ് ഉണ്ട്, ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കി തരാം, സാറിന്റെ ഫോൺ നമ്പർ ഞാൻ അവന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ വെച്ച് പിടിക്കുകയാണ് അമ്പലത്തിലേക്ക്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ മക്കളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ കൂട്ടുകാരൻ സുധീനെ തന്നെയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും ഇവിടെ പ്രശ്നം തന്നെയാ, സുധിയെന്നോ സച്ചിയെന്നോ ശ്രീകാന്തെന്നോ ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ രവീന്ദ്ര, സുധി പറഞ്ഞത് തെറ്റല്ലേ? ചെയ്തെല്ലാം ചെയ്തു കൂട്ടിയിട്ട് നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി അത് കേട്ടോണ്ട് നിൽക്കുവോ? ഞാൻ പറയട്ടെ, കയ്യും കാലും തല്ലി ഓടിക്കണമായിരുന്നു. എൻ്റെ ആഗ്രഹം സഹോദരങ്ങള് ഒത്തൊരുമയോടെ കഴിയണം എന്നായിരുന്നു. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീട്ടില് ചന്ദ്രമതി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ സ്വഭാവം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവള് കാരണമാ ഇതൊക്കെ ഉണ്ടായത്. എപ്പോൾ നോക്കിയാലും രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വീട്ടിലെപ്പോഴും പ്രശ്നം തന്നെയാടാ, എന്ത് ചെയ്യാനാ? തനിക്കറിയാലോ, സച്ചിയുടെ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. അതിപ്പം കൂടുതലായിട്ട് വരിക. അതിനൊരു കുറവും ഉണ്ടാവുന്നില്ല, നിറയെ കടമുണ്ട് അവന്. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എനിക്കാണെ അവനെ പെട്ടെന്ന് സഹായിക്കാനും പറ്റുന്നില്ല. എൻ്റെ പെൻഷന്റെ കാശ് കിട്ടുമായിരുന്നെങ്കിൽ അവന്റെ ഭാരം ഇച്ചിരി കുറയ്ക്കായിരുന്നു. താനിങ്ങനെ വിഷമിക്കാതെടോ, തൻ്റെ പെൻഷൻ കാശ് തനിക്ക് കിട്ടും. അത് തനിക്കുള്ളത് തന്നെ, അത് തനിക്ക് കിട്ടാതിരിക്കത്തില്ല. അത് നമ്മൾ കേസിനൊക്കെ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വക്കീൽ വരുന്നത്. അപ്പം വക്കീലിനെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് കേസിന് വിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് നമ്മുടെ രവീന്ദ്രന് മനസ്സിലായി, എങ്കിലേ പെൻഷൻ കാശ് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വക്കീൽ പറഞ്ഞു, അതെ, ലേബർ കോടതിയിൽ നിന്ന് മധുസൂദൻ സാറിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ 11 മണിക്ക് കോടതി വിളിച്ചിട്ടുണ്ട്. ഏതായാലും വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുകയും അവിടെ അറിയുകയും ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത ന്യായെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വിധി നിങ്ങൾക്ക് നേരെ വരാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ വേറൊരു രീതിയിലും വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, വളരെ ഉപകാരമുണ്ട് സാറേ. ഏതായാലും
എൻ്റെ പെൻഷൻ കാശ് കിട്ടിയാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ അവകാശമല്ലായിരുന്നോ അത്? ആ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. തൻ്റെ അവകാശം അത് തനിക്ക് കിട്ടും, ഉടൻ തന്നെ ലഭിക്കും എന്നിങ്ങനെ വക്കീലും പറഞ്ഞു. അതിന് രവീന്ദ്രന് വലിയ സന്തോഷമായിട്ടോ. അങ്ങനെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ പെൻഷൻ കാശും കിട്ടാൻ പോവുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. വെപ്രാളം പിടിച്ചാട്ടോ നമ്മുടെ സച്ചി ചെല്ലുന്നത്. ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും സച്ചി നേരെ ഇറങ്ങി ഓടി ചെല്ലുകയാണ് അമ്പലത്തില്. അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ അടുത്തെത്തിയിട്ട് രേവതി എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം ദേവ് പറഞ്ഞു, ഞങ്ങൾ 100 തവണ ചോദിച്ചിട്ടൊന്നും അവള് പറയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, എനിക്കറിയില്ല സച്ചി മോനെ, എൻ്റെ മോക്ക് എന്താ പറ്റിയത്? അവള് ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ട ഈ ശയനപ്രദക്ഷിണം നടത്തുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്. പച്ചവെള്ളം കുടിച്ചു മാത്രം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നവളാ എൻ്റെ മോള്. ഇത്ര വലിയൊരു സങ്കടം എൻ്റെ മോൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് മനസ്സിലടക്കി വെക്കാനേ അവക്കറിയുകയുള്ളൂ. അവൾ അത് പുറത്ത് കാണിക്കോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇതിപ്പം ഇതെന്താണെന്ന് അറിയില്ല. അവളുടെ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അവൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവളുടെ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിച്ച എന്തോ അവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ ഉണ്ടായത്? മോന് പറ അറിയാമെങ്കിൽ. ഈ അമ്മ വല്ലാണ്ട് സങ്കടപ്പെട്ട് നിൽക്കാന്ന് പറഞ്ഞപ്പം നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ രേവതി നീ എണീക്ക്, നീ എന്താ രേവതി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു, എന്താ സച്ചേട്ടൻ ജയിലിൽ പോവരുത് എന്ന് ഓർത്തിട്ടല്ലേ എൻ്റെ ചേച്ചി ഗജാനന്ദനെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്? അത് മനസ്സിലാക്കാതെയാ എൻ്റെ ചേച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തത്. നീ നിർത്ത് ദേവു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനും രേവതിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രേവതി നിന്നോട് നിർത്താനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് പതുക്കെ നമ്മുടെ സച്ചി രേവതിനെ പിടിച്ചെണീപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും രേവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ. സച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണല്ലോ ദേവു ലക്ഷ്മിയും ഒക്കെ. അപ്പം രേവതി അവിടെ നിന്ന് എണീറ്റില്ലെങ്കിൽ ശരിയാവില്ല എന്ന് രേവതിക്ക് മനസ്സിലായി. അങ്ങനെ പതുക്കെ നമ്മുടെ സച്ചി തന്നെയാണ് രേവതിനെ പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. ഇതേ സമയം കൊണ്ട് കുറെ സമയം ക്ഷയണപ്രദക്ഷിണം ഇങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ക്ഷീണിച്ചു നമ്മുടെ രേവതി. അങ്ങനെ പതിയെ സച്ചി എടുത്തോണ്ട് പോയി ഒരു ആൽമര ചോട്ടില് ഒരു ബെഞ്ചുണ്ട്, അവിടെ നമ്മുടെ രേവതിനെ ഇരുത്തി. എന്നിട്ട് രേവതിയോട് ചോദിച്ചു, രേവതി നിനക്ക് എന്താ പറ്റിയത്? ഞാൻ നിന്നെ എന്തോ ചെയ്ത പോലെയല്ലേ ഇപ്പൊ ഇവരൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ എന്താ നടന്നത്? നീ ഒന്ന് പറ രേവതി എന്ന് പറഞ്ഞു. എവിടെന്ന്? നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പം ദേവു ചോദിച്ചു, അല്ല അപ്പം ഏട്ടനൊന്നും അറിയില്ലേ? ഇല്ല ദേവു, എനിക്കൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു, അപ്പം സച്ചി പോയതിനു ശേഷം വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാ വിഷമത്തോടു കൂടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പം അത് ശരിയായിരിക്കും അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും രേവതിയോട് ചോദിച്ചു, രേവതി ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ആരാ നിന്നെ പറഞ്ഞത്? ആരാ നിന്നോട് എന്താ പറഞ്ഞത്? സത്യം പറ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അല്ല ഇനിയിപ്പം സുധി എന്തെങ്കിലും പറഞ്ഞോ? അതുമല്ല ഇനിയിപ്പം പൗറേട്ടത്തെ എന്തെങ്കിലും പറഞ്ഞോ? അതിന് മാത്രം എന്താ നടന്നത്? എന്താ നീ കരയുന്നതെന്ന് ചോദിച്ചു. സച്ചിയല്ല രേവതി കരയുന്നല്ലാതെ രേവതി ഒന്നും പറയുന്നില്ല. ഇതേ സമയം കരഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ ചങ്കിലേക്ക് ഇങ്ങനെ ചാരുകയാണ് കേട്ടോ. കാരണം രേവതി അതവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതുമല്ല ദേവു അത് കേൾക്കും. ദേവുവിന് വിഷമം ഉണ്ടാകും, ലക്ഷ്മിക്ക് വിഷമം ഉണ്ടാകും, എല്ലാവർക്കും വിഷമം ഉണ്ടാകും. ഇതാണെങ്കിൽ നമ്മുടെ രേവതി മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് സച്ചി ചോദിച്ചു. ഒന്നും പറയാതെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി രേവതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, രേവതി എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്താ നീ പറ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറഞ്ഞു. രേവതിയോട് 5-6 പ്രാവശ്യം ചോദിച്ചിട്ട് രേവതി പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ കരയുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ശാന്തി അങ്ങോട്ടേക്ക് വരുമോ, തിരുമേനി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറെ വർഷമായി രേവതിനെ കണ്ടിട്ട്. ചിരിച്ച മുഖത്തോടോ അല്ലാതെ എൻ്റെ മോനെ ഞാൻ രേവതിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ രേവതി മോളെ ഇങ്ങനെ കണ്ണ് കലങ്ങി കാണുന്നത്. ഇവളുടെ മനസ്സിലെ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാ ദേവിക്ക് മുന്നിൽ വന്ന് ക്ഷയണപ്രദക്ഷിണം നടത്തിയത്. അതുകൊണ്ട് അവൾ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ തലയിടുകയാണെന്നൊന്നും ഓർക്കരുത്. രേവതി നല്ല കുട്ടിയാ. നിനക്കേ ഇവളെ കിട്ടിയത് ഒരു ഭാഗ്യമാ. ഇവള് ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണം. നിങ്ങൾ നന്നായി സന്തോഷത്തോടു കൂടി തന്നെ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ തലയിടാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ എന്ന് ശാന്തി പറഞ്ഞു. എന്നിട്ട് ശാന്തി പറഞ്ഞു, ദേവിയുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ നല്ലതുപോലെ ജീവിക്കും. അതും
കുറേ നാള് നിങ്ങൾ നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നമുക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് ഇവർ കരുതുന്നത്. രേവതി, അതിൽ സത്യമില്ലല്ലോ, എന്താ ഉണ്ടായതെന്ന് നീ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവരോർക്കും ഞാൻ നിന്നെ എന്തോ ചെയ്തെന്ന്. അതുകൊണ്ട് രേവതി നീ തുറന്നു പറയാൻ പറഞ്ഞു. എന്നിട്ടും നമ്മുടെ രേവതി കരയുന്നതല്ലാതെ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ സച്ചി പറഞ്ഞു, നീ എപ്പോൾ പറയില്ലല്ലേ, ഓക്കെ നീ പറയണ്ട, ബാ നമുക്ക് വീട്ടിൽ പോകാം, ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, ബാ രേവതി ഞാനുണ്ടല്ലോ, ബാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് രേവതിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ സച്ചി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ചന്ദ്ര ഇങ്ങനെ മുറ്റത്ത് നിപ്പുണ്ട് കേട്ടോ. ചന്ദ്ര ഇങ്ങനെ നിന്ന് മുറ്റത്തല്ല, അകത്തിങ്ങനെ നിന്ന് ഇവർ പുറത്തു വരുന്നത് ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ രേവതിനെ പിടിച്ചുകൊണ്ടാണ് സച്ചി പതിയെ കയറി വരുന്നത്. ചന്ദ്രയ്ക്ക് മനസ്സിലായി എന്തോ വലിയ കാര്യം നടക്കാൻ പോവുകയാണ്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായിട്ടോ. കാരണം രേവതി ആ ഒരു ലുക്കിലും വേഷത്തിലും ഒക്കെയാണ് വരുന്നത്. ആകെ മൊത്തം നനഞ്ഞ് ക്ഷീണിച്ച് വേർത്ത് കുളിച്ചൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ സ്ഥിതിക്ക്, താൻ പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ ചന്ദ്ര. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് എന്തോ വലിയൊരു പ്രശ്നം തന്നെയാണ് നടക്കുന്നത്, എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. സച്ചി അതുപോലെ രേവതിനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ എന്തോ വലിയ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി താൻ പറഞ്ഞതൊക്കെ രേവതി സച്ചിയോട് പറഞ്ഞു കൊടുത്ത് കാണുമോ എന്ന ആ ഒരു ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പേടിച്ചു വരച്ചാണ് സത്യം പറഞ്ഞാല് ചന്ദ്ര നിൽക്കുന്നത്. നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കയറി വരാനും തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷത്തിനായിട്ട് അടിപൊളി വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മറക്കാതെ കാണുക, വൈകിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ എന്നും ഫുൾ വിശേഷം രാവിലെ 6:45 കഴിയുമ്പോഴും പ്രമോ വിശേഷം വൈകിട്ട് 8:10 ആ ഒരു സമയത്താണ് ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് പ്രണയവിശേഷം ഇടുന്നുണ്ട്. സച്ചിയുടെ രേവതിയുടെയും വരാനിരിക്കുന്ന നല്ല മുഹൂർത്തങ്ങൾ മാത്രം അടങ്ങുന്ന ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രണയവിശേഷം ഇടുന്നുണ്ട്. അതും എല്ലാവരും കാണുക. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചോട് നിർത്തുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.